പ്രേമ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ജലബോംബിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഈ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഒരു ഡാം കെട്ടുന്ന കാര്യം. അപ്പോൾ അത് ഈ അണക്കെട്ട് കുറുകെ കെട്ടുന്ന ഈ അണക്കെട്ട് ചൈനയാണ് ഈ അണക്കെട്ട് കെട്ടാനായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കെട്ടുന്നത് നമുക്കൊരു വലിയ ഭീഷണിയാവുമെന്ന് നമ്മുടെ കണ്ടെത്തലുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ആ ജലബോംബ് ചൈനയ്ക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു അതൊരു ഭീഷണിയായി വരും കാലത്ത് തീരുമെന്ന് ചൈന തന്നെ അവരുടെ നിഗമനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വെർഷൻ എന്താണ്? നമ്മൾ ഈ യാർലുങ് സാങ്പോ ആ നദിയുടെ പേര് അവിടെ ടിബറ്റിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദിക്ക് അവരുടെ നാട്ടിൽ ഇട്ടിരിക്കുന്ന പേര് അങ്ങനെയാണ്, യാർലുങ് സാങ്പോ. അപ്പൊ അതിന് കുറുകെ കെട്ടുന്ന ഒരു അണക്കെട്ട് മെദോങ് ഡാം എന്നാണ് പറയുന്നത്. വലിയ മുതൽ മുടക്കുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ചൈനയിൽ തന്നെ ഉള്ള ലോകത്തെ ഏറ്റവും വലിയ ഡാമിനേക്കാൾ ബൃഹത് പദ്ധതി എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് ആ ഡാമിന്റെ വലിപ്പം കൊണ്ടല്ല, ആ ഡാം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് കൊണ്ടാണ് ഏറ്റവും വലിയ ബൃഹത്തായ ഒരു പദ്ധതിയായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 60,000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് നമുക്ക് 700 മെഗാവാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് കമ്പയർ ചെയ്താൽ എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ചൈന പറയുന്നത് ഇതൊരിക്കലും ഈ വെള്ളം തടഞ്ഞു നിർത്തുന്നുള്ള പരമ്പരാഗത ഡാം എന്ന് പറയുന്ന സങ്കല്പം അതാണല്ലോ, വെള്ളം തടഞ്ഞു നിർത്തി ഒരു നിശ്ചിത പാതയിലൂടെ ഒഴുക്കിവിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഇതാണല്ലോ. പക്ഷേ ഇത് അങ്ങനെയല്ല. വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടയാതെ റൺ ഓൺ ദ റിവർ എന്ന രീതിയിലാണ് ഈ ഡാം നിർമ്മിക്കുന്നതെന്ന് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 50 കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശത്ത് ഇതൊരു യൂ ടേൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്ട് 2000 മീറ്റർ താഴേക്ക് ഈ നദി പതിക്കുന്നുമുണ്ട്. അപ്പൊ അത്ര ശക്തിയായിട്ട് പതിക്കുന്ന അവിടെ ഭൂഗർഭ ടണലുകൾ സ്ഥാപിച്ച് ഒരു 5 ടണലുകൾ, ഭീമൻ ടണലുകൾ സ്ഥാപിച്ച് ആ ടണലിലൂടെ ഈ വെള്ളം കടത്തിവിട്ട് ആ ടണലിനുള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി ടർബൈനുകൾ ക്രമീകരിച്ച് ഒരു 5 പവർ സ്റ്റേഷനുകൾ, ഒരു 5 തുരങ്കങ്ങളിലും 5 പവർ സ്റ്റേഷനുകൾ, അതിൽ ഓരോ തുരങ്കത്തിലും ഒന്നിനു പുറകെ ഒന്നായി ടർബൈൻ ക്രമീകരിച്ച് അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായി വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പരിധി വരെ അത് ശരിയുമാണ്. കാരണം ആ രീതിയിലാണ് അവർ നിർമ്മാണം ഇതുവരെ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നദിയുടെ ഒഴുക്കിന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 ചെറിയ അണക്കെട്ടുകൾ ഈ നദിയിൽ അവർ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ ഈ ടണലുകളിലേക്ക് വെള്ളം വഴുതി, ഇപ്പൊ നമ്മൾ ഈ ചോർപ്പ് എന്നൊക്കെ പറയുമല്ലോ, ഇതേപോലെ ഈ ടണലുകളിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ വേണ്ടി റെഗുലേറ്ററുകൾ സ്ഥാപിക്കേണ്ടി വരും ഇവർക്ക്. അപ്പൊ അവിടെയും വലിയ രീതിയിൽ വെള്ളം സംഭരിക്കും, സ്വാഭാവികമാണ്. അപ്പൊ ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഈ ടണലുകൾ ഒന്ന് അടയ്ക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും. ടണൽ അടച്ചു കഴിഞ്ഞാൽ അതിലൂടെ കടന്നാണല്ലോ വെള്ളം ഇപ്പുറത്തോട്ട് വന്നത്. അപ്പോൾ വെള്ളം തടഞ്ഞു നിർത്താം ഒന്ന്. ഇനി ആ ടണലുകളെല്ലാം കൂടി പെട്ടെന്നെല്ലാം കൂടി തുറന്നു വിട്ട്, ഇപ്പോൾ ഈ ചെറിയ അണക്കെട്ടുകളെല്ലാം കൂടി ഒന്നിച്ചങ്ങ് തുറന്നു വിട്ടാലും പ്രശ്നമാണ്. നമ്മുടെ അസം, അരുണാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഒന്നെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാനോ അല്ലെങ്കിൽ അതൊക്കെ അടച്ചു വെച്ചു കഴിഞ്ഞാൽ വലിയ ജലക്ഷാമം ഉണ്ടാകാനോ കാരണമാകാം. ഇതൊക്കെയാണ് നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് പൊതുവിൽ നമ്മുടെ ആശങ്കയായിട്ട് പറയുന്നത്. പക്ഷേ ഇനി കുറച്ചുകൂടി ഗൗരവമായ സംഗതി വരികയാണ്. ഈ ചൈനയുടെ തന്നെ ഭൗമശാസ്ത്ര വിഭാഗം, അതിൻ്റെ പേര് ചൈന ജിയോളജിക്കൽ സർവേ, സെഡിമെന്ററി ജിയോളജി ആൻഡ് ടെതിയൻ ജിയോളജി എന്ന് പറയുന്ന ഒരു സംഭവം. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ഭൗമശാസ്ത്ര പഠനം അവർ ചൈനീസ് ഭാഷയിൽ പഠനം നടത്തി പ്രസിദ്ധപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നു ഈ പെഷെയിൻ എന്ന് പറയുന്ന ഭ്രംശ രേഖ ഈ പറയുന്ന ഡാമിന്റെ റിസർവോയറിന് അടിയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഹിമാലയൻ മലനിരകൾ രൂപീകരിക്കപ്പെട്ടത് 2 പ്ലേറ്റുകളുടെ ചലനങ്ങൾ നിമിത്തമാണ്. ഇപ്പോൾ യൂറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും നമ്മുടെ ഭൂമിയുടെ 2, അതായത് ഈ പുറം ഭാഗങ്ങളുണ്ടല്ലോ, പരസ്പരം കൂട്ടി മുട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ സമ്മർദ്ദത്തിന്റെ ഫലമായി ഉയർന്നു വന്നതാണ് ഹിമാലയൻ മലനിരകൾ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇന്ത്യയുടെ ഭൂമിയുടെ ഈ പ്ലേറ്റുകൾ, ഈ ഫലകങ്ങൾ പരസ്പരം തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡാമും പണിയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സജീവമായി ഇത്തരത്തിൽ ഭൂകമ്പ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു വിള്ളൽ
രൂപപ്പെട്ടിരിക്കുന്ന ഒരു മേഖല ഈ റിസർവോയറിന്റെ താഴെയാണ്. ഓഹോ. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയിൽ ഈ രീതിയിൽ വെള്ളം സംഭരിച്ചു വെച്ചാൽ അത് സജീവമാണെന്ന് പറയുന്നു. അത് കുറെ കൂടി അതിന്റെ ആഘാതം കൂട്ടാനായിട്ട് വിള്ളൽ കുറെ കൂടെ വലുതാവും, വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇതും കഴിഞ്ഞില്ല. 2011 ഈ മേഖലയിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ചേർത്ത് ഇത് വായിക്കണം. ഇതും കൊണ്ടും കഴിഞ്ഞില്ല. ഈ ഡാം അല്ലെങ്കിൽ ഈ പ്രൊജക്ട് നടപ്പിലാക്കപ്പെടുന്ന മലനിരകളില് ബലം വളരെ കുറവാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും പാറ ഇടിച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യക്കും ഇന്ത്യയുടേതായ ആശങ്കകൾ ഉണ്ടായിരുന്നു. ചൈന അവകാശപ്പെടുന്ന ഇത് റൺ ഓൺ ദ റിവർ പോലെയുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും പേടിക്കേണ്ടതില്ല, കാരണം ഈ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ ഡാമുകളൊക്കെ കെട്ടുന്നു, അതിനകത്ത് തന്നെ ചെറിയ ചെറിയ ഇത് കെട്ടുന്നുണ്ട്. അതായത് അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ അത്തരം ആശങ്കകൾക്ക് വകയില്ല. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ചൈന മുമ്പ് ഈ കിഴക്കൻ ഏഷ്യയിലോട്ട് ഒഴുകുന്ന ഒരു നദിയിൽ ഇതേപോലെ ഒരു ഡാം പണിഞ്ഞിരുന്നു. വെള്ളം തടഞ്ഞു വെക്കില്ല എന്ന് പറഞ്ഞിട്ട് പണിതൊരു ഡാമാണ്. അപ്പൊ അത് പ്രകാരം അവർക്ക് ഈ തായ്ലാന്റ്, ലാവോസ്, കംബോഡിയ ഈ രാജ്യങ്ങളിൽ വലിയ ജലക്ഷാമം ഉണ്ടായി. ഒരു വെള്ളം തടയില്ല എന്ന് പറഞ്ഞിട്ടും അവര് വേനൽക്കാലത്ത് വെള്ളം ഒഴുകുന്നത് നിയന്ത്രിച്ചു. മെക്കോങ് എന്ന് പറയുന്ന നദിയിലാണ് അവർ ഇതേപോലെ ഒരു ഡാം പണിതത്. അപ്പൊ സമാനമായി ഇവിടെയും ഈ രീതിയിൽ ഡാം പണിത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസമിലും അരുണാചൽ പ്രദേശിലും വേനൽക്കാലത്ത് വെള്ളം എത്തുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട്. പക്ഷേ ഈ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് പൊതുവിൽ നമുക്ക് അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സംഗതി തൽക്കാലമില്ല. കാരണം ഇത് ഈ നമ്മുടെ തിബറ്റിലെ നമ്മുടെ ഹിമാലയൻ മലനിരകളിൽ എവിടെയോ ആണ് ഈ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഒഴുകി വളരെ ശുഷ്കമായിട്ടാണ് ഒഴുകി ഈ പറയുന്ന തിബറ്റൻ മേഖല, സാധാരണ ഒരു ചെറിയൊരു നദി അത്രേ ഉള്ളൂ ഈ വരുന്നത്. പക്ഷേ ഇന്ത്യൻ മേഖലയിലെ അസം, അരുണാചൽ പ്രദേശ് പോലെയുള്ള മേഖലകളിലോട്ട് വരുമ്പോഴാണ് വൃഷ്ടിപ്രദേശങ്ങളേറെയും മഴ പെയ്യുന്ന പ്രദേശങ്ങളേറെയും പോഷക നദികൾ വരുന്ന അവിടെയാണ്. അവിടെ വെച്ചാണ് ഇതൊരു വലിയ ഗാംഭീര്യ രൂപത്തിലേക്ക് ഈ നദി മാറുന്നത്. അപ്പോ ആ സമയത്ത് വർഷകാലത്ത് വേറെ നദികളുടെ കൈവഴിയൊക്കെ വരുന്നുണ്ട്. വർഷകാലത്ത് 1,00,000 ക്യൂബിക് മീറ്റർ വരെ വെള്ളം വഹിക്കുന്ന ഒരു നദിയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം. ഈ ചൈനയുടെ യാർലുങ് സാങ്പോ എന്ന് പറയുന്ന പേരിലാണല്ലോ അവരിവിടെ പണിയുന്നത്. ഈ യാർലുങ് സാങ്പോ നമ്മുടെ അരുണാചൽ പ്രദേശിലോട്ട് മാറുമ്പോൾ അതിന്റെ പേര് സിയാങ് എന്നാണ്. ഈ സിയാങ് നദിയിൽ നമ്മൾ ഒരു അണക്കെട്ട് പണിയുന്നുണ്ട്. 11,000 മെഗാവാട്ട് ശേഷിയുള്ള ഒരു അണക്കെട്ട് പണിയാൻ. കാര്യം ചൈന ഈ രീതിയിൽ അവിടുന്ന് എത്ര പെട്ടെന്നെങ്ങാനും വെള്ളം തുറന്നു വിട്ടാൽ അതിനെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അണക്കെട്ട് പണിയാൻ പദ്ധതിയായിട്ട് പോകുന്നത്. ഈ യാർലുങ് സാങ്പോ എന്ന് പറയുന്ന നദി അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ അത് സിയാങ് ആകുന്നു. ഈ സിയാങ് നദി പിന്നീട് അസമിലേക്ക് ചേരുമ്പോൾ അവിടെ 2 നദികൾ കൂടി അതിൻ്റെ കൂടെ ചേരും. അതൊന്ന് ലോഹിത്, മറ്റൊന്ന് ദിബാങ്. ഈ 2 നദികൾ കൂടി ചേർന്നിട്ട് അവിടെ വെച്ചാണ് ഇതിന് ബ്രഹ്മപുത്ര എന്ന പേര് വരുന്നത്. പിന്നെ ഈ നദി ബംഗ്ലാദേശിലേക്ക് ഒഴുകിച്ചെല്ലും. ബംഗ്ലാദേശിലോട്ട് ഒഴുകിച്ചെല്ലുമ്പോൾ ഈ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. അവിടെ വെച്ച് നമ്മുടെ ഗംഗാ നദിയുമായിട്ട് ഇത് സംയോജിക്കും. അപ്പോൾ ഗംഗാ നദിക്ക് അവരിട്ടിരിക്കുന്ന പേര് പത്മ എന്നാണ്. അങ്ങനെ ഈ വലിയൊരു ഭീമാകാര രൂപത്തിൽ ഇത് ചെന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതാണ് രീതി. അപ്പോൾ ഈ പറയുന്ന ചൈനയുടെ ഈ ജലബോംബ് ഡാം പദ്ധതി കൊണ്ട് ഇന്ത്യയെക്കാൾ വലിയ ഭീഷണി ഉള്ളത് ബംഗ്ലാദേശിനാണ്. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളെ അവിടെ കടന്നു പോകുന്ന അവിടെ വരുന്ന ലക്ഷക്കണക്കിന് പേരുടെ ജീവനെ ബാധിക്കുന്നതാണെങ്കിൽ ബംഗ്ലാദേശിൽ ഇതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യ ഇക്കാര്യത്തിൽ ചൈനയെ കൃത്യമായ ആശങ്കകൾ അറിയിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രായോഗിക പ്രശ്നം ഇന്ത്യയും ചൈനയുമായിട്ട് യാതൊരു തലത്തിലും ഒരു ഔദ്യോഗിക കരാർ ഈ ജലവിനിയോഗം സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്ത്യയുമായിട്ട് പങ്കുവെക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ ആ നിയമപരമായ ബാധ്യത ചൈനയ്ക്കില്ല. നിലവിൽ 2006 2 രാജ്യങ്ങളും തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു. അതുപ്രകാരം ബ്രഹ്മപുത്ര നദിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രളയ മുന്നറിയിപ്പുകൾ ചൈന ഇന്ത്യക്ക് തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പദ്ധതി ഇവരുടെ ഈ ഡാം പ്രൊജക്ട് സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടായ സ്ഥിതിക്ക് ഇന്ത്യ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ അതായത് പാരിസ്ഥിതികാഘാത പഠന റിപ്പോർട്ട് അടക്കം ഇന്ത്യക്ക് കൈമാറണം. അതിന്റെ മറ്റ് ശാസ്ത്രീയ വശങ്ങളും അതിന്റെ മറ്റ് ഇന്ത്യയുടെ സംശയ ദൂരീകരണം നടത്തണം
എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഇന്ത്യയും ചൈനയുമായിട്ട് വിവിധ തലങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി സംഘർഷങ്ങളൊക്കെ ഉണ്ടായ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ ഇതും ഒരു വിഷയമാകുന്നുണ്ട്. കൂടാതെ ഇക്കാര്യത്തിൽ സംയുക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. കാരണം ഇത് 3 രാജ്യങ്ങളുടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. അപ്പൊ ഈ 3 രാജ്യങ്ങളും സംയുക്തമായിട്ട് ഈ കാര്യത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ചൈന ഇതുവരെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു അനുനയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക അനുകൂലമായ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നിരുന്നാലും ഇവിടെ ഈ രീതിയിൽ ചൈനയുടെ തന്നെ ഒരു ഏജൻസി ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ട് ഇതൊരു അപകട സാധ്യതാ മേഖലയിൽ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ചൈനയ്ക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴും ഒരു പ്രതികരണം, ഔദ്യോഗിക പ്രതികരണം ഒന്നും, കാരണം ഇത് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. വെറും ഒരു പ്രൊപ്പഗൻഡ പ്രചരിപ്പിക്കലല്ലോ. അവര് തന്നെ അവരുടെ തന്നെ പഠന റിപ്പോർട്ടിൽ പറയുമ്പോൾ ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്.